അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പരിശുദ്ധമായ റമളാനു ഷരീഫിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി പിറവ് കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ റമളാൻ ഒന്നാമത്തെ രാവാണ്. പരിശുദ്ധമായ ഒന്നാമത്തെ രാവ് കടന്നു വന്നാൽ പ്രത്യേകമായ ഒരു സൂറത്ത് ഓതാൻ മഹാന്മാര് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫത്ഹ് ആണ്. ആത്മാർത്ഥതയോടുകൂടെ റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരു വർഷക്കാലം മുഴുവനും അടുത്ത റമളാൻ വരെ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അവനിക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. മഹാന്മാര് പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി, ഒരാൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാൻ മാസത്തിലെ ഒന്നാമത്തെ രാവിൽ, ഹഫില്ലാഹു ദാലിക്കൽ ആം, ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവല് അവനിക്ക് ലഭിക്കും. മാത്രമല്ല, വസി അല്ലാഹു തആല റിസ്ഖഹു, അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകുകയാണ്. നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സമ്പത്താണോ വേണ്ടത്? സമ്പത്ത് അല്ലാഹു നൽകും. ഭക്ഷണമാണോ വേണ്ടത്? ഭക്ഷണം അല്ലാഹു നൽകും. അതല്ല, ജീവിക്കാൻ ആവശ്യമായ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ നമ്മൾക്ക് ആവശ്യമുള്ളത്? അതും അല്ലാഹു നൽകും. അതാണ് ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, ഖൈറിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തുറന്നു നൽകുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പിറവി കാണുകയാണെങ്കിൽ എല്ലാവരും സൂറത്തുൽ ഫത്ഹ് ഓതുക. പിറവി കാണുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുക. ഇന്നത്തെ രാത്രി പിറവി കണ്ടിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളത്തെ രാത്രി എന്തായാലും നിങ്ങൾ മറക്കാതെ സൂറത്തുൽ ഫത്ഹ് ഓതണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരലോകത്ത് ഉന്നതമായ വിജയം നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ. മാത്രമല്ല, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ നമ്മൾക്ക് ലഭിക്കും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ. യാത്ര പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത്, വീട്ടിലുള്ള സമയത്തൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ നമ്മൾക്ക് ലഭിക്കും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ. മനസ്സിന് നല്ല ധൈര്യവും ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരാളുടെ മുന്നിലും നമ്മൾ പരാജയപ്പെടൂല, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസമാണല്ലോ ടെൻഷൻ. ആ ടെൻഷൻ ഇല്ലാതെയാകാൻ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ടാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി കണക്കില്ലാത്ത മഹത്വങ്ങളുള്ള പ്രതിഫലം ലഭിക്കുന്ന സൂറത്തുൽ ഫത്ഹ് ഇന്നത്തെ രാത്രി മാസം കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ നാളത്തെ രാത്രി എന്തായാലും മറക്കാതെ പാരായണം ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ റമളാൻ മാസ പിറവി കാണുകയാണെങ്കിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ ആരും മറക്കരുതേ. സൂറത്തുൽ മുൽക്ക് ഖബറിൽ രക്ഷയാണ്. ആരാരും സഹായിക്കാനില്ലാത്ത ഒരു സമയമാണല്ലോ ഖബർ ജീവിതം എന്ന് പറയുന്നത്. ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ആ ഖബറിൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ കാവല് വേണം. ആ ഖബറിൽ നമ്മൾക്ക് കൂട്ടുകാർ വേണം. അതിന് സൂറത്തുൽ മുൽക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രിയും പാരായണം ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, സൂറത്തുൽ ഫത്ഹിന്റെ ബറക്കത്ത് കൊണ്ട്, സൂറത്തുൽ മുൽക്കിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങൾ അകറ്റിത്തരണേ അല്ലാ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ, മക്കളിലും കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. എല്ലാ പ്രയാസങ്ങൾക്കും സൂറത്തുൽ ഫത്ഹ് പരിഹാരമാക്കണേ റബ്ബേ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ വരുന്ന റമളാനു ഷരീഫ് മുഴുവനും യാതൊരുവിധ പ്രയാസവും കൂടാതെ, തളർച്ച കൂടാതെ അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ ഇബാദത്ത് ഖബൂൽ ചെയ്യണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് വമ്പൻ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.